ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ കുറച്ച് അമരക്കയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. എന്നാൽ പിന്നെ വായോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഇടികല്ലിലോട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന വെളുത്തുള്ളി എല്ലാം ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇട്ടിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. പിന്നെ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒന്നും ഇട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്തൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ് അങ്ങോട്ടങ്ങ് മാറും കേട്ടോ. ഇതുപോലൊന്ന് ഇടിച്ചെടുക്കുക. ഏതാണ്ട് ഇതേ പരുവം വരെ ഒന്ന് ഇടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാളയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി ചേർത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞുള്ളി എടുക്കാനുള്ള ഒരു മടി കൊണ്ട് സവാള ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇപ്പോൾ ദാണ്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ അമരപ്പയറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊത്തമരയെന്നും അമരക്കയെന്നും അമരപ്പയറെന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് ഇതുപോലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ അമരക്കയെങ്കിലും പലരും ഇത് കാണുമ്പോൾ ഒറ്റ ഓട്ടമാണ് കേട്ടോ. മിക്കവാറും ഉള്ളവരൊന്നും ഇത് കഴിക്കാറില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഈ അമരക്കൊക്കെ കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരല്പം മാത്രം വെള്ളം മതിയാവും. വെള്ളം കൂടെ ചേർത്ത് എല്ലാം ഒന്ന് അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടേ ഒന്നങ്ങ് വേവിച്ചെടുക്കാവേ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് വെന്ത് കിട്ടും. ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഇപ്പോൾ നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഇതേ പരുവത്തിനൊന്ന് എത്തുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന ആ വെളുത്തുള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി കുറച്ചധികം ഇതുപോലെ ചേർത്തിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യസ്ത ടേസ്റ്റിലാണ് ഈ സംഭവം കിട്ടുന്നത്. ചോറിനോടൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരല്പം വലുതായിപ്പോയി കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഞാനങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി അമരയ്ക്ക സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലാത്തവർ കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.